ത്തോളം അള്ളാഹുവിന്റെ ഖുർആനിൽ സ്ഥിരപ്പെട്ടാൽ അത് സമീഅനാ വ അതഅനാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടാൽ അതും അങ്ങനെ തന്നെയാണ്. എന്നാൽ മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന CN അഹമ്മദ് മൗലവി ആ വ്യക്തി ഈ ചന്ദ്രൻ പിളർന്ന സംഭവവുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിഷേധിച്ചു. അയാൾ പറഞ്ഞു ചന്ദ്രൻ പിളർന്നിട്ടില്ല. അതിനയാൾ പറഞ്ഞ ന്യായം എന്താണ്? ആ വൻഷഖ എന്ന് പറഞ്ഞാൽ മാവിയായ പ്രയോഗമാണ്, ഭൂതകാല പ്രയോഗമാണ്. ഭൂതകാല പ്രയോഗങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മാവിയായ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതുപോലൊരു പ്രയോഗമാണ് ഇവിടെയും നടത്തിയത്. നിങ്ങൾ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ പോയി സൂറത്തുൽ ഖമറിന്റെ പരിഭാഷയിൽ ആദ്യ ഭാഗത്തുള്ള വ്യാഖ്യാനക്കുറിപ്പ് നിങ്ങൾ വായിക്കണം. അതിൽ കൃത്യമായി കൊണ്ട് ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന വാദത്തെ അമാനി മൗലവി ഗണ്ണിക്കുന്നുണ്ട്. അതേ സമയത്ത് എന്താണ് എഴുതി വിട്ടെന്നറിയോ? KNMന്റെ നേതാവ് എഴുതുന്നു, അന്ത്യദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഗതികൾ മിക്ക സൂക്തങ്ങളിലും ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു സംഭവം പോലെ എടുത്തു പറയുന്നത് കാണാം. അതുപോലെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഗതികളും എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞതുപോലെ മാവിയായ ഭൂതകാലക്രിയയിൽ ചിലപ്പോൾ പറയാറുണ്ട്. ഖുർആനിലും ഹദീസിലും ഖണ്ഡിതമായ ഒരു സംഗതി അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാഹിത്യ പ്രയോഗം ഖുർആൻ ഉപയോഗിക്കുക. ഈ ശൈലിയാണ് ഇവിടെയും. എന്ന് പറഞ്ഞാൽ ഇഖ്തറബത്ത് സഅത്ത് വൻഷഖൽ ഖമർ എന്ന് പറഞ്ഞ വൻഷഖൽ ഖമർ എന്ന് പറഞ്ഞാൽ സാഹിത്യ പ്രയോഗമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നിട്ടില്ല. നേരെ മറിച്ച് അന്ത്യനാളിനോടനുബന്ധിച്ചുകൊണ്ട് പിളരും. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്ന് കൃത്യമായി കൊണ്ട് KNMന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എഴുതി വിടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കാര്യത്തിലുള്ള നിഷേധമാണ്. ഇത് ചെറിയ സംഗതിയല്ല. അള്ളാഹ് പറയാണ് ചന്ദ്രൻ പിളർന്നു എന്ന്. നമ്മുടെ KNMന്റെ ചില നേതാക്കന്മാർ പറയുന്നു അങ്ങനെ പിളർന്നിട്ടില്ല. ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ആ വിഷയത്തിൽ സംശയം ഉണ്ടാവുകയില്ല. അത്രമാത്രം സുവ്യക്തമായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് നിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത സംഗതികളെ പോലും നമ്മുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് വലിയ വലിയ പണ്ഡിതന്മാരായി ഗണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് നിങ്ങളൊന്ന് പുനരാലോചന നടത്തിയാൽ മാത്രം മതി. ഏതെങ്കിലും സംഘടനയ്ക്ക് വരണം ഞങ്ങൾ പറയുന്നില്ല. അള്ളാഹുവിന്റെ പരലോകം സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിലും വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗവും നരകവും ഒക്കെ പ്രസംഗിക്കാനും ഖുതുബ പറയാനും അല്ലെങ്കിൽ വഅദ് പറയാനും മാത്രമുള്ളതല്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നൊരു വസ്തുത നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സംഗതി നിങ്ങൾ നോക്കൂ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് ഉണ്ടായി. പ്രവാചകൻ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇസ്രാ പോയി, അവിടുന്ന് മിഅ്റാജ് പോയി 7 ആകാശത്തിനപ്പുറത്തേക്ക് മിഅ്റാജ് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി കൊണ്ട് തന്നെയാണ് പോയത്. അതിൽ ആർക്കും മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസത്തിന് വകയില്ല. മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ വ്യാഖ്യാനക്കുറിപ്പ് നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അമാനി മൗലവി ഏതൊക്കെ സൂറത്തുകൾക്ക് വ്യാഖ്യാനക്കുറിപ്പുകൾ നൽകിയിട്ടുണ്ടോ അത് നിങ്ങൾ ശരിക്കും വായിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഖബർ ശിക്ഷയെ സംബന്ധിച്ച് അമാനി മൗലവി വ്യാഖ്യാനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. ജിന്ന് പിശാചുമായി കൊണ്ട് ബന്ധപ്പെട്ട് അമാനി മൗലവി വ്യാഖ്യാനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. മൂസാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ വ്യാഖ്യാനക്കുറിപ്പുകളുണ്ട്. എന്തിനായി വ്യാഖ്യാനക്കുറിപ്പ് അമാനി മൗലവി നടത്തിയെന്നറിയോ? അന്ന് CN അഹമ്മദ് മൗലവി ഇതിനൊക്കെ നിഷേധിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞതാണ് ആര്? അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് ഉണ്ടായി. ആ മിഅ്റാജ് ശരീരത്തോടു കൂടി തന്നെയാണ് പോയത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ടും പണ്ഡിതന്മാർ നിർദ്ധരിച്ചെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലഖദ് റആഹു നസ്ലതൻ ഖുറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ.
വലഖദ് റആഹു നസലത്തൻ ഉഖറ. ഒരു പ്രാവശ്യം കൂടി പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടിട്ടുണ്ട്. ഐന്ദ സിദ്റത്തുൽ മുൻതഹ, അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ടാണ്, ഇലന്ത മരത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ടാണ് അത് കണ്ടത്. അങ്ങേയറ്റത്തെ ഇലന്ത മരത്തിന്റെ. ഐന്ദഹ ജന്നത്തുൽ മഅവ, അതിന്റെ അടുക്കലാണ് ശാശ്വതമായ സ്വർഗമുള്ളത്. ആ സ്വർഗത്തിന്റെ അടുത്തുള്ള സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ കണ്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി വളരെ വിശദമായി കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോവുകയും ആ മിഅ്റാജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടു കൂടി തന്നെ പോയി പ്രവാചകൻ സ്വർഗം കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നരകം കാണുകയും ഒക്കെ ചെയ്തു എന്ന് കൃത്യമായി കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർച്ചയിലായിരുന്നപ്പോൾ തന്നെ, ബ്രാക്കറ്റിൽ കൊടുക്കാണ്, സ്വപ്നത്തിലല്ല. അമാനി മൗലയുടെ വാചകമാണ് ഞാൻ വായിക്കുന്നത്. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും ബുറാഖിലും റസൂലുള്ളാഹി നബി സല്ലല്ലാഹു കൊണ്ട് പുറപ്പെട്ടു. മിഅ്റാജിൽ നടന്ന സംഭവങ്ങളെ പറ്റി സൂറത്തു നജ്മിലെ വചനങ്ങളിലും ഇതുപോലെ അതിന്റെ ലക്ഷ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തു നജ്മിൽ വലഖദ് റആഹു മിൻ ആയാതി റബ്ബിൽ കുബ്ര എന്ന് പറഞ്ഞത് കാണാം. കൂടാതെ ഹദീസുകൾ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള മേലുദ്ധരണങ്ങൾപ്പെട്ട ചില കാര്യങ്ങളും അള്ളാഹുവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോടു കൂടി തന്നെയായിരുന്നു ആ യാത്രയെന്നും ഉറക്കത്തിൽ സ്വപ്നരൂപത്തിലായിരുന്നു അതൊന്നും രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കെല്ലാം മുമ്പേ നിലവിലുണ്ട്. ആധുനിക കാലത്ത് ഈ രണ്ടാമത്തെ അഭിപ്രായത്തിന് പൂർവാധികം സ്വീകരണം പ്രചാരവും കാണുമെങ്കിലും സഹാബികൾ തൊട്ട് അടുത്ത കാലം വരെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒന്നാമത്തെ അഭിപ്രായമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നിട്ട് ആത്മീയമായിരുന്നു എന്നതിനെ അമാനി മൗലവി കൃത്യമായി കൊണ്ട് ഗണ്ണിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം KNM പക്ഷത്തുള്ള നേതാക്കന്മാർ എന്താണ് കൃത്യമായി കൊണ്ട് എഴുതിയിട്ടുള്ളത്? അവർ കൃത്യമായി കൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് ശാരീരികമായി പോയിട്ടില്ല. പോയി അത് വിശുദ്ധ ഖുർആനിന് എതിരാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര നടത്തി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുമായി കൊണ്ട് അത് വിശുദ്ധ ഖുർആനിന് എതിരായി കൊണ്ടുവരും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതിയല്ലോ ഐന്ദ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ ആ ആയത്ത് ഈ പ്രവാചകൻ മിഅ്റാജ് യാത്ര നടത്തിയത് ശാരീരികമാണ് എന്ന് കൃത്യമായി കൊണ്ട് തോന്നിപ്പിക്കുമോ എന്നതിനു വേണ്ടി ആ ആയത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ കോട്ടിമാട്ടലുകൾ നടത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് ശാരീരികമായി കൊണ്ട് പോയി എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആൻ സൂചനകൾ നൽകുമ്പോൾ നമ്മുടെ KNMന്റെ ചില നേതാക്കന്മാർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അള്ളാന്റെ ഖുർആനിന്റെ അർത്ഥം മാറ്റിയിട്ട് ആ ഖുർആനിന്റെ ആയത്ത് കൂട്ടിമാറ്റുക. ഒരു KNM നേതാവിന്റെ പരിഭാഷ ഞാൻ വായിക്കട്ടെ. വലഖദ് റആഹു നസലത്തൻ ഉഖറ, തീർച്ചയായിക്കൊണ്ടും അദ്ദേഹം മുഹമ്മദ് അദ്ദേഹത്തെ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് മറ്റൊരു പ്രാവശ്യം. ഐന്ദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചുകൊണ്ട്. അമാനി മൗലവി കൊടുത്ത പരിഭാഷ അറ്റത്തെ ഇലന്ത മരത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ടെന്നാണ്. എന്നിട്ട് ആ KNM നേതാവിന്റെ അടിക്കുറിപ്പ് കേട്ടോളൂ. അങ്ങേയറ്റത്തെ പരിഭ്രമം എന്നാണ് ചിലർ സിദ്റത്തുൽ മുൻതഹ എന്നതിന് അർത്ഥം നൽകുന്നത്. മനുഷ്യർ സത്യം ഗ്രഹിക്കുവാൻ സാധിക്കാതെ പരിഭ്രമത്തിലും അജ്ഞതയിലും ജീവിക്കുന്ന സന്ദർഭത്തിലാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി ജിബ്രീലിനെ കണ്ടുമുട്ടുന്നത്. ആയിഷ റളിയല്ലാഹു നിവേദനം, ഈ സൂക്തത്തെ കുറിച്ച് ഈ സമുദായത്തിൽ ആദ്യമായി കൊണ്ട് ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീലാണ് വിവക്ഷ. അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ച യഥാർത്ഥ രൂപത്തിൽ 2 പ്രാവശ്യമല്ലാതെ ഞാൻ ദർശിച്ചിട്ടില്ല. അപ്പോൾ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ ഹദീസിൽ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന്റെ ഇലയുടെ പ്രത്യേകതകൾ അമാനിയുടെ തഫ്സീർ നിങ്ങൾ വായിക്കണം, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. ആ തഫ്സീറിൽ അമാനി മൗലവി ഹദീസിന്റെ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ ഇലന്ത മരത്തിന്റെ ഇലയുടെ വലിപ്പം പ്രവാചകൻ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാം. പക്ഷെ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന KNMന്റെ നേതാവ് പറയുന്നു അങ്ങേറ്റത്തെ പരിഭ്രമം എന്നാണ് ഇതിന്റെ അർത്ഥം. തീർന്നില്ല, അടുത്ത ആയത്ത് കേട്ടോളൂ. ഐന്ദഹാ ജന്നത്തുൽ മഅവാ, അതിന്റെ അടുക്കലാണ്
അമാനി മൗലവിന്റെ പരിഭാഷ ഞാൻ ആദ്യം വായിക്കാം. അതിന്റെ അടുക്കലാണ് സ്വർഗം, ആവാസത്തിന്റെ സ്വർഗമുള്ളത്. എന്നാൽ KNM നേതാവിന്റെ പരിഭാഷ എന്താ അറിയോ? അതിന്റെ അടുത്താണ് ആവാസത്തിന്റെ തോട്ടം. സ്വർഗം എന്ന് കൊടുക്കാൻ പറ്റൂല, കൊടുത്തില്ല. കാരണം സ്വർഗം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി മിഅ്റാജിന് അവിടെ പോയി, ആകാശത്ത് പോയി ജിബ്രീലിനെ കണ്ടു എന്ന് വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് മിഅ്റാജ് ശാരീരികമായി പോയി എന്ന് പറയേണ്ടി വരും. അത് പറയാതിരിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പരിഭാഷയിൽ കൃത്രിമം നടത്തി. തീർന്നില്ല. ഈ അമാനി മൗലവിയുടെ പരിഭാഷ അവിടെ ഇൻദഹാ ജന്നത്തുൽ മഅവ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്വർഗം, അല്ലെങ്കിൽ പിന്നെ ആവാസ കേന്ദ്രത്തിൽ, സ്വർഗത്തിന്റെ ആവാസ കേന്ദ്രം എന്ന് സ്വർഗമാണെന്നാണ് ജന്നത്തിന് കൊടുത്ത പരിഭാഷയെങ്കിൽ KNM നേതാവിന്റെ പരിഭാഷയിൽ അതിന്റെ അടുക്കലാണ് ആവാസത്തിന്റെ തോട്ടം. തീർന്നില്ല സുഹൃത്തുക്കളെ. എന്നിട്ട് ഈ ആയത്തിന് അദ്ദേഹം വിശദീകരണം കൊടുക്കുന്നു, കേട്ടോളൂ. അലി, അബൂ ദർദ, അബൂ ഹുറൈറ, ഇബ്നു സുബൈർ, അനസ് റളിയല്ലാഹു അൻഹും സഹാബി വര്യന്മാരും, ഇബ്നു ഹുബൈസ്, മുഹമ്മദ് ബിൻ കഅബ്, മുജാഹിദ്, അബൂ സബറ മുതലായ പ്രഗൽഭ പണ്ഡിതന്മാരും താബികളും ജന്നത്തുൽ മഅവ എന്ന സ്ഥാനത്ത് ജന്നഹുൽ മഅവ എന്നാണ് പാരായണം ചെയ്യാറുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി വിശ്രമിക്കുവാൻ പുറപ്പെട്ട സമയത്താണ് ജിബ്രീലിനെ ദർശിച്ചത് എന്ന് വിവക്ഷ. അള്ളാഹ് പറയാണ് സ്വർഗത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ജിബ്രീലിനെ കണ്ടു. ഇയാള് പറയാണ് സ്വർഗം എന്ന അർത്ഥം കൊടുക്കാതെ തോട്ടം എന്നർത്ഥം കൊടുത്തു. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വിശ്രമിക്കുവാൻ പുറപ്പെട്ട സമയത്താണ് ജിബ്രീലിനെ ദർശിച്ചതെന്ന് പക്ഷെ ബ്രാക്കറ്റിൽ ഫത്ഹുൽ ഖദീർ ഖുർത്തുബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ പേരിൽ കളവ്. രണ്ടാമത്, സഹാബത്ത്, ഈ ഇദ്ദേഹം പറഞ്ഞ ആശയമല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, സഹാബത്തിന്റെ പേരിൽ കളവ്. മൂന്നാമത്, ഇമാം ഫത്ഹുൽ ഖദീർ എഴുതി ഇമാം ഷൗക്കാനിയുടെ പേരിൽ കളവ്. നാലാമതായിക്കൊണ്ട് ഇമാം ഖുർത്തുബിയുടെ പേരിലും കളവ്. ഇമാം ഖുർത്തുബിയും ഷൗക്കാനിയും ഒരിക്കലും റസൂലുള്ളാഹി രാത്രി വിശ്രമിക്കാൻ പോയപ്പോ അവിടെയുള്ള തോട്ടത്തിന്റെ അടുത്താണ് ജിബ്രീലിനെ കണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ രീതിയിലുള്ള അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത്? ഇത് ദുർവ്യാഖ്യാനമല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് ശാരീരികമായി കൊണ്ട് പോയി എന്ന് വിശ്വസിച്ചാൽ, പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിനെ സ്വീകരിച്ചാൽ എന്ത് നഷ്ടമാണ് മുജാഹിദുകൾക്ക് വരാനുള്ളത്? പക്ഷേ തന്റെ വികലമായ ആദർശ വ്യതിയാനത്തെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ പോലും കോട്ടിമാട്ടുന്ന രംഗം ഇനി തീർന്നിട്ടില്ല. കേട്ടോളൂ സഹോദരങ്ങളെ, അത് ഈ അടുത്ത ആയത്ത് കേട്ടോളൂ. ഇത് യഖ്ശ, അതായത് സിദ്റത്തിനെ പൊതിയുന്നതെല്ലാം പൊതിയുന്ന സന്ദർഭം, പൊതിയുന്ന അവസരം. എന്നിട്ട് അദ്ദേഹത്തിന്റെ KNM നേതാവിന്റെ അടിക്കുറിപ്പ് കേട്ടോളൂ. പല രീതിയിൽ ബുദ്ധികൾ പരിഭ്രമിക്കുകയും വ്യതിചലിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് മുഹമ്മദ് ദൈവിക സന്ദേശവുമായി കൊണ്ട് മലക്കിനെ ദർശിക്കുന്നത്. അതായത് മനുഷ്യർക്ക് എല്ലാ വശത്തിലൂടെയും ഒരു പ്രവാചകനിലേക്ക്, വേദഗ്രന്ഥത്തിലേക്കും ആവശ്യമുള്ള സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം. അനാവശ്യമായിരുന്നില്ല. ഇതൊക്കെ നിഷേധിക്കണം. എന്നിട്ട് കേട്ടോളൂ, ജൗഹറത്ത് തൗഹീദ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നിശാ പ്രയാണം അഥവാ ബ്രാക്കറ്റിൽ ഇസ്റാ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാകയാൽ മനഃപൂർവ്വം നിഷേധിക്കാവതല്ല, കുഫറാണത്. എന്നാൽ വാനാരോഹണമാകട്ടെ അഥവാ മിഅ്റാജ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരു സ്വപ്നമാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെന്ന. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും ഇതിൽ ഈ ഒരു ഭാഗം കൂടി അദ്ദേഹം വേറെ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്, ഇനി മിഅ്റാജിനെ നിഷേധിച്ചാലും കാഫിറായി പോകൂല എന്നും അദ്ദേഹം ഈ ജൗഹറത്ത് തൗഹീദിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? മുജാഹിദികളെ നമുക്കറിയാം, ഒന്നുകിൽ അള്ളാഹിന്റെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം, അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം, അതല്ലെങ്കിൽ പ്രവാചകന്റെ സഹാബത്തിന്റെ അസറുകൾ കൊണ്ട് വ്യാഖ്യാനിക്കണം, സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളുടെ അസറുകൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. എന്നാൽ ഇയാള് ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? KNMന്റെ നേതാക്കന്മാരെ ഖുർആൻ വ്യാഖ്യാനം ജൗഹറത്ത് തൗഹീദ് എന്ന കിതാബ് കൊണ്ടാണ്. ജൗഹറത്ത് തൗഹീദ് ആരതാ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെതല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയന്റെതല്ല, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിന്റെതല്ല. നേരെ മറിച്ച് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജൗഹറത്ത് തൗഹീദിന്റെ പരിഭാഷ ഇത് ഒരു പച്ച ഖുറാഫിന്റെതാണ്. നിങ്ങൾ ആലോചിച്ചു, ചെമ്മാടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സുന്നി പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ഗ്രന്ഥമാണ് ജൗഹറത്ത് തൗഹീദിന്റെ പരിഭാഷ. ആ ജൗഹറത്ത് തൗഹീദിന്റെ പരിഭാഷയിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്.
ജൗഹറത്ത് തൗഹീദ് എന്ന് പറഞ്ഞ ഒരു അശ്അരിയായ പണ്ഡിതൻ എഴുതിയ അറബിയുടെ കാവ്യമാണ്. അതിൽ മിഅ്റാജിനെ നിഷേധിക്കരുത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. ജൗഹറത്ത് തൗഹീദിന്റെ അസ്ല് കിതാബ് അറബിയിലാണ്. ആ അറബി കിതാബിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെട്ട മിഅ്റാജിനെ ഒരിക്കലും നിഷേധിക്കണ്ട എന്നാണ് ജൗഹറത്ത് തൗഹീദിന്റെ കർത്താവ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിന് പരിഭാഷ ചെയ്തപ്പോ കേരളത്തിൽ മുസ്ലിയാരാണ് എഴുതിയത് മിഅ്റാജ് നിഷേധിച്ചാലും കാഫിറാകൂല, ഇസ്രാ നിഷേധിച്ചാലേ കാഫിറാകുള്ളൂ. കാരണം മിഅ്റാജ് ഖുർആനിൽ ഇല്ല. ഈ കേരളത്തിലെ സമസ്തയുടെ പിഴച്ച വാദമാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പരിഭാഷയിൽ പോലും നമ്മുടെ KNM നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതിയ ആയത്തൊന്നു കൂടി പറയട്ടെ. വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി. അള്ളാഹുവിന്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഇത് അക്രമമാണ്. അതുകൊണ്ട് തിരുത്തണം. ഐക്യപ്പെട്ടാലില്ലെങ്കിലും ഇതൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന സംഗതിയല്ല. പടച്ചോന്റെ പേരിലാണ് കളവ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു ഇൻദഹാ ജന്നത്തുൽ മഅവ. അപ്പൊ നമ്മൾ പറയാണ് തോട്ടത്തിന്റെ അടുത്താണ്, സ്വർഗത്തിന്റെ അടുത്തല്ല. സഹോദരങ്ങളെ, ഇത് നിഷേധമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കാര്യത്തിലുള്ള നിഷേധമാണിത്. തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ബഖറയിൽ 106-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു മാ നൻസഖ മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നാം ഏതെങ്കിലും ഒരു ആയത്തിനെ നസ്ഖ് ചെയ്യുകയോ അതല്ലെങ്കിൽ മറപ്പിച്ച് കളയുകയോ ചെയ്യുന്നില്ല. അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നും നാം കൊണ്ടുവന്നിട്ടല്ലാതെ. ഈ ആയത്ത് വിശദീകരിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നസ്ഖ് യാഥാർത്ഥ്യമാണ്, നസ്ഖ് ഉണ്ട് എന്ന് കൃത്യമായി കൊണ്ട് പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അമാനി മുലയുടെ തഫ്സീർ നോക്കൂ. ഖുർആനിൽ തീരെ നസ്ഖ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. വിശദീകരണത്തിലും ഉദാഹരണത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഖുർആനിൽ നസ്ഖ് ഉണ്ടെന്നുള്ളത് തർക്കമറ്റതാകുന്നു. ഇതാണ് അമാനി മൗലവിയുടെ തഫ്സീറിൽ കാണാൻ കഴിയാം. എന്നാൽ കേരളത്തിലെ ചേകനൂർ മൗലവിയും അതേപോലെ തന്നെ CN അഹമ്മദ് മൗലവിയും നസ്ഖ് ഉണ്ട് എന്ന കാര്യത്തിൽ നിഷേധിച്ചവരാണ്. അങ്ങനെ നസ്ഖ് ഒന്നും ഉണ്ടാകൂല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കി ആ ആയത്തിന് പിന്നെ നസ്ഖ് ചെയ്യുന്ന ഏർപ്പാടുണ്ടാകൂല. അഥവാ അതിന്റെ വിധിയെ, മതവിധിയെ ഇല്ലാതെയാക്കി വേറൊരു വിധി ഇറക്കുന്ന സംഗതി ഉണ്ടാകൂല എന്നതാണ് അവർ പ്രചരിപ്പിച്ച ആശയം. ഇതേ ആശയം കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചില ആളുകൾക്കുമുണ്ട്. അവരുടെ ഖുർആൻ പരിഭാഷയിലും ശബാബ് വാരികയിലൂടെയും ഒക്കെ കൃത്യമായി കൊണ്ട് അവർ രേഖപ്പെടുത്തി വെച്ച സംഗതിയാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ നസ്ഖ് ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് അത് രേഖപ്പെടുത്തി സ്ഥിരപ്പെട്ട ഒരു ഹദീസിലും പരിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശം ദുർബലപ്പെട്ടതാണെന്ന് പ്രസ്താവിച്ചതായി കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ നസ്ഖ് ഉണ്ടാകൂല എന്ന് കൃത്യമായി കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറയാണ് നാം ഒരു ആയത്ത് നസ്ഖ് ചെയ്താൽ അതിനപ്പുറത്തേക്ക് വേറെ നല്ലത് കൊണ്ടുവരും, അല്ലെങ്കിൽ അതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. പക്ഷെ ഇവര് പറയാണ് അങ്ങനെ നസ്ഖ് ഉണ്ടാകൂല. സുഹൃത്തുക്കളെ, അപകടമാണ്. തീർന്നിട്ടില്ല. ഇതൊക്കെ അള്ളാന്റെ ഖുർആനോണ്ട കളി. ഇതൊരിക്കലും സംഘടനാപരമായ വിഷയമല്ല. അള്ളാഹു ലോകത്തിന് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനായിക്കൊണ്ടും സന്മാർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളെയാണ് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. നമുക്കറിയാം സൂറത്ത് സുമറിൽ 67-ാമത്തെ ആയത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു പറയാണ് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല. വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമികൾ മുഴുവനും അല്ലാഹുവിന്റെ പിടിയിലായിരിക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, അവൻ വലത് കൈകൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് അല്ലാഹു എത്ര പരിശുദ്ധനായിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ വന്നിട്ട് ഈ സംഭവം പറയുകയും പ്രവാചകൻ അത് അംഗീകരിക്കുകയും എന്നിട്ട് ഇത്രയൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് പുത്രനുണ്ട് എന്നാണല്ലോ അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കിയത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അഥവാ ആകാശ ലോകത്തെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യം, അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച സംഗതിയാണ്. എന്നാൽ KNMന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ എഴുതി വിട്ടെന്നറിയോ? ഈ വാദം ജൂതന്മാരുടേതായിരുന്നു എന്നാണ്.
എന്ത്? ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു ഖിയാമത്ത് നാളിൽ ചുരുട്ടി പിടിക്കുമെന്ന വാദം അത് മുസ്ലിമിന്റെ വാദമല്ല, അത് ജൂതന്റെ വാദമാണ്. അള്ളാഹ് പറയാണ് മുസ്ലിമിന്റെ വാദമാണ്. എന്നാൽ നമ്മുടെ നേതാക്കന്മാർ പറയാണ് അത് ജൂതന്റെ വാദമാണ്. സുഹൃത്തുക്കളെ, ഇത് ഖുർആൻ കൊണ്ടാ കളി. അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ചാണ് ഈ ഇല്ലാതെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും തിരുത്തിയിട്ടില്ല സുഹൃത്തുക്കളൊക്കെ വെറുതെ പറയില്ല. ഇപ്പോഴും പച്ച മലയാളത്തിൽ രേഖപ്പെട്ട് കിടക്കാണ്. പറപ്പുരസ്താ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഐക്യത്തിന്റെ കോലാഹലമൊക്കെ കഴിഞ്ഞാൽ അടുത്ത തലമുറ വരും, അവരിതാണ് വായിച്ചു പഠിക്കുക. ഈ പുസ്തകങ്ങൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് ആരും പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഈ പുസ്തകങ്ങളാണ് അടുത്ത തലമുറക്കുള്ള വിഭവങ്ങളായി അവരുടെ ആദർശ രൂപീകരണത്തിന് കാരണമായി തീരാവുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. അതിലാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം അത് ജൂതന്റെ വിശ്വാസമാണ്, അത് ജൂതായുസമാണ്. സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആനിനോടുള്ള കൃത്യമായി കൊണ്ടുള്ള അക്രമമാണിത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും സംഘടനാ വിഷയമല്ല, സുന്നി മുജാഹിദ് തർക്കമില്ലാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. തീർന്നില്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഒരു വ്യഭിചരിച്ച മനുഷ്യനാണെങ്കിൽ, ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള രാജ്യത്താണെങ്കിൽ, ആ വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം, വിവാഹിതനല്ലെങ്കിൽ അവന് 100 അടി അടിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമതാണ്. അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൃത്യമായി കൊണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വ്യഭിചരിച്ച ആളുകളെ മായിസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊന്ന സംഭവം പ്രസിദ്ധമാണല്ലോ. എന്നാൽ ഈ വിഷയത്തിലുള്ള KNMന്റെ നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താ? അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കൃത്യമായി കൊണ്ട് കളവാണ് അവർ എഴുതി വിട്ടിട്ടുള്ളത്. കളവാണ്. എന്താ കളവെന്നറിയോ? വിവാഹിതൻ വ്യഭിചരിച്ചാലും 100 അടിയാണ് അവന് ശിക്ഷയെന്ന് ഖുർആനിൽ നിന്നും ഗ്രഹിക്കാം. എന്ത്? വിവാഹിതനായ ഒരു കല്യാണം കഴിച്ച ആള് വ്യഭിചരിച്ചാലും അവന് എറിഞ്ഞു കൊല്ലലില്ല, അവന് 100 അടിയാണ് ശിക്ഷയെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഗ്രഹിക്കാം. അങ്ങനെ ഗ്രഹിക്കാൻ കഴിയൂല. അത് ഖുർആന്റെ പേരിലുള്ള കളവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള കളവാണ്. ഒരിക്കലും ആ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് ഇല്ല. വ്യഭിചരിച്ച മനുഷ്യൻ അയാൾ വിവാഹിതനാണെങ്കിലും അയാളെ എറിഞ്ഞു കൊല്ലണമെന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല. അമാനി മൗലവിയുടെ തഫ്സീർ നിങ്ങൾ നോക്കൂ, കൃത്യമായി കൊണ്ട് കാണാം. എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിവാഹം കഴിക്കാത്ത ആളുകളാണ്. വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ അവര് എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടതെന്ന് കൃത്യമായി കൊണ്ടും ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. എന്നാൽ ഈ ആശയത്തെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ പച്ചയായിക്കൊണ്ടുള്ള കളവുകൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ എഴുതി വിട്ടിട്ടുണ്ട്. ഖുർആന്റെ പേരിലാണ് കളവ്. എന്ത്? അള്ളാഹു പറയാത്തൊരു കാര്യം അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കെട്ടിപ്പറയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയാത്തൊരു കാര്യം അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പറയാനെന്ന് പറഞ്ഞാൽ അത് അതിഗുരുതരമായ പാപമാണ്. ഒരിക്കലും സഹോദരങ്ങളെ അത് ഉണ്ടാകരുത്. തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, എന്തൊക്കെയാണ് എഴുതി വിട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആന്റെ വിഷയം മാത്രം ഞാൻ അവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം പറയും. ഖുർആൻ നിഷേധം തന്നെ എമ്പാടും പറയാണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഐക്യൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ ഒന്ന് തീരുമാനാക്കി. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ നിഷേധിച്ചത് തീരുമാനമാക്കണം. അപ്പോഴേ ഐക്യം യാഥാർത്ഥ്യമാകുള്ളൂ. അള്ളാഹിന്റെ ഖുർആനിൽ പറയാത്ത കാര്യം അള്ളാഹിന്റെ പേര് പച്ചക്കളവ് പറയാണ്. വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ 100 അടിയാണ് അടിക്കേണ്ടതെന്ന് ഏത് ആയത്തിലാണുള്ളത്? KNMകാരെന്ന് പണ്ഡിതന്മാർ ഇവിടെ നിന്ന് പറയട്ടെ. അല്ലെങ്കിൽ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നാടാണുള്ളത്. അവർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ ആയത്തില്ല സുഹൃത്തുക്കളെ, ആയത്തില്ല. കളവാണത്. എന്തിനാണ് ആയത്തില്ലാത്ത ഉണ്ടെന്ന് പറയും? കളവ് എഴുതി വിട്ടത് ഇത് എഴുതി തിരുത്തിയിട്ടില്ല. തീർന്നിട്ടില്ല. കേട്ടോളൂ. വീണ്ടും അവർ എഴുതാൻ നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന 1ാമത്തെ യുദ്ധമാണല്ലോ ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ മലക്കുകൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്.
എല്ലാവർക്കും അറിയുന്ന സംഗതി, അത് സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയമല്ല, മുജാഹിദീങ്ങൾക്ക് വിഷയത്തിൽ സംശയമില്ല. അതേ സമയത്ത് KNMന്റെ നേതൃത്വത്തിലിരിക്കുന്ന പല ആളുകളും എഴുതിവിട്ടെന്ന് അറിയോ? ഞാൻ വായിച്ചു കൽപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കൃത്യമായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബദർ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇദാ ജിബ്രീൽ ആയുധങ്ങൾ അണിഞ്ഞ് തന്റെ കുതിരയുടെ തല പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് മുകളിലുള്ള ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ വന്ന് ചോദിച്ചു, ബദർ യുദ്ധത്തിലെ യോദ്ധാക്കളെ നിങ്ങൾ എങ്ങനെയാണ് ഗണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ട്. ജിബ്രീൽ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മലക്കുകളെ ഞങ്ങൾ ഗണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ബദറിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ഏറ്റവും നല്ല മലക്കുകൾ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നാൽ KNMന്റെ നേതാക്കന്മാർ എന്ത് എഴുതി വിട്ടറിയോ? ഇതൊരു അലങ്കാര പ്രയോഗമാണ്. ഏത്? ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹിയുടെ അലങ്കാരം പറഞ്ഞതാണ്. അങ്ങനെ യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. കാര്യമായിട്ട് റസൂൽ വന്നിട്ട് റസൂലുള്ളാഹിക്ക് യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം അവലോകനം നടത്തുമ്പോൾ അലങ്കാര പ്രയോഗം നടത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി കേട്ടോ, അത് അങ്ങനെ പോകട്ടെ. ഇനി അള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞു കേട്ടോളൂ. മലക്കുകൾ യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. എന്ത്? ബദറിൽ മലക്കുകൾ ഇറങ്ങിയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോൾ KNMന്റെ നേതാക്കന്മാർ ജിബ്രീലിന്റെ തൗഹീദ് സ്വീകരിക്കാൻ കഴിയണില്ല, ജിബ്രീൽ പറഞ്ഞത് സ്വീകരിക്കാൻ കഴിയില്ല. അവര് പറഞ്ഞെന്താ അറിയോ? അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു. അള്ളാഹിന്റെ പേരിൽ കളവ് പറയണം. എന്താ കളവ്? മലക്കുകൾ യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നു മുജാഹിദികളെ, നിങ്ങൾ സൂറത്ത് യാസീന്റെ പരിഭാഷ ആദ്യം മുതൽ അവസാനം വരെ ഓദിക്കോ. ഇനി സൂറത്ത് യാസീന് വേണ്ട, അള്ളാഹിന്റെ ഖുർആൻ മുഴുവൻ ഓദിക്കോ. അമാനി മൂലയുടെ മുഴുവൻ പരിഭാഷയും നിങ്ങൾ മുങ്ങിത്തപ്പിക്കോ, കിട്ടൂല നിങ്ങൾക്ക്. അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല. എന്തിനാ നമ്മൾ കളവ് പറയേണ്ട ആവശ്യം? യുദ്ധം ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല എന്ന് പറഞ്ഞല്ല. ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. KNMന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഈ ആളുകൾ എഴുതിയതായിക്കൊണ്ട് ഇവിടെ രണ്ടത്താണി ചില ആളുകൾ വിമർശിച്ചു. എന്താണ് അതിന്റെ വസ്തുത? അങ്ങനെ ആയത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ ഈ രണ്ടത്താണി നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം ആളുകൾക്ക്, ലോകത്തുള്ള ആളുകൾക്കൊന്ന് കാണട്ടെ. അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ കളവാണ്. ഇനി എന്താ സൂറത്ത് യാസീൻ ഉള്ളതെന്നറിയോ? അതുകൂടി നമ്മൾ അറിയണ്ടേ. അപ്പൊ യാസീൻ എന്തോന്നുണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നു. എന്താ യാസീൻ ഉള്ളത്? സാഹിബു യാസീൻ എന്ന് പറയുന്ന യാസീൻ മദീന എന്ന് പറഞ്ഞിട്ട് യാ ഖൗമി എന്ന് വിളിച്ചിട്ട് ആളുകൾ ഉപദേശിക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യനെ, നല്ല മനുഷ്യനെ ആളുകൾ വധിച്ചു കളഞ്ഞു. ആളുകൾ വധിച്ചു കളഞ്ഞപ്പോ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞെന്താ അറിയോ? വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമായി വമാ കുന്നാ മുൻസിലീൻ. ആ സാഹിബ് യാസീനിന്റെ ഖൗമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആകാശ ലോകത്തിൽ നിന്ന് ഞാൻ മലക്കുകൾ ഇറക്കിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ഒരൊച്ച മതി. ഒരു സൈഹത്ത് ഉണ്ടായപ്പോഴേക്കും അവരല്ല നശിപ്പിച്ചു, മലക്കുകളൊന്നും ഇറക്കേണ്ടി വന്നിട്ടില്ല. അഥവാ ആ സമുദായത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹ് മലക്കുകൾ ഇറക്കിയിട്ടില്ല. കാരണം അതിന് ആവശ്യം വന്നിട്ടില്ല. ഒരു ഘോരമായ ശബ്ദം കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. ഈ ആയത്തിനെയാണ് ചില ആളുകൾ കോട്ടിമാട്ടിയിട്ട് പറഞ്ഞത്. എന്ത്? ആ യുദ്ധം ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങൂല എന്ന് അള്ളാഹിന്റെ ഖുർആനിലുണ്ട്. കളവാണത്. തിരുത്തണം സുഹൃത്തുക്കളെ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ പേരിൽ കളവ് നമ്മൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കേണ്ട എന്ത് ആവശ്യമാണ് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ നമുക്കുള്ളത്? ഇനി കേട്ടോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ അടക്കം ഉള്ള ശരീരങ്ങൾ, പിന്നെ പ്രവാചകന്റെ അടക്കമുള്ള ഭൗതിക ശരീരങ്ങൾ അതൊരിക്കലും ഭൂമി ഭക്ഷിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാലോ. പ്രവാചകന്റെ കൃത്യമായിക്കൊണ്ട് ഹദീസിൽ കാണാം, ഇന്നല്ലാഹു ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയ. അംബിയാക്കന്മാരുടെ ശരീരം ഭക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ എഴുതിവിടാന്നറിയോ? അത് ഖുർആനെതിരാണ് എന്നാ.
എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ത്? അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുമെന്നാണ് ഖുർആനിലുള്ളത്. ഇതാണ് അവരുടെ വാദം. KNMന്റെ ഔദ്യോഗികമായി പ്രസിദ്ധീകരണമായി തീർന്ന ശബാബ് വാരികയിൽ വന്ന ലേഖനമാണ് ഞാൻ വായിക്കുന്നത്. മരണപ്പെട്ടു പോയവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേരുമെന്നും മണ്ണായി തീരുമെന്നും എല്ലാ വിഭാഗങ്ങളും ആളുകളും അംഗീകരിക്കുന്നതും ഖുർആൻ പരന്നു കിടക്കുന്നതുമായ യാഥാർത്ഥ്യമാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനും ആത്മാവുമില്ലാത്ത ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കുകയും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങൾക്കും വിരുദ്ധമാണ്. എങ്ങനെ? അമ്പിയാക്കൻ, അതിന് കൂടുതൽ ഉപരി ഔലിയാക്കന്മാരോട് ഈ കൂട്ടിട്ടോ? ഔലിയാക്കന്മാരില്ല, അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിലെ നിരവധി ആയത്തുകൾക്കെതിരാണ്. അപ്പൊ ഇത് വായിക്കുന്നവർ, മലയാളത്തിൽ വായിക്കുന്ന, മലയാളം തിരിയുന്ന ആളുകൾ എന്താ വിചാരിക്കുക? അള്ളാഹിന്റെ ഖുർആൻ ഒരുപാട് സ്ഥലത്തുണ്ട് അമ്പിയാക്കന്മാരുടെ ശരീരം നശിച്ചു പോകുമെന്നാണ് ഖുർആനുള്ളത്. അതിന് വിരുദ്ധമാണ് ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് ഈ ഹദീസ് ഖുർആനെതിരാണ്, അത് തട്ടണം. എന്നിട്ട് ഏതാ ആയത്ത് നിങ്ങൾ കേട്ടോളൂ സുഹൃത്തുക്കളെ. അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ പച്ചയായ കളവാണ്. എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട ആവശ്യം? എന്താ ആയത്ത്? അതിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു, അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഈ ആയത്ത് അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുമെന്നുള്ള തെളിവാണ് എന്ന് ആരാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? ഏത് മുഫസ്സിറാ പറഞ്ഞത്? ലോകത്ത് അങ്ങനെ ആരാണ് വ്യാഖ്യാനിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിനോട് എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ രീതിയിലുള്ള കളവുകൾ പ്രചരിപ്പിക്കുന്നത്? അള്ളാഹിന്റെ ഖുർആൻ കൊണ്ട് നമ്മൾ കളിക്കാൻ പാടുള്ളൂ. എത്ര സൂക്ഷ്മതയോടുകൂടി നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പോലും ഒരു ആയത്തിന് അല്ലെങ്കിൽ ഒരു വിശദീകരണമില്ലാതെ റസൂലുള്ള ഒന്നും മിണ്ടാറില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തു നൂറിൽ ആയത്തിറങ്ങി വല്ലദീന യർമൂന അസ്വാജഹും എന്ന് ആ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്ത്, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും സത്യവിശ്വാസിനികളായ ആളുകളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ ലം യഅതു ബിഅർബഅതി ശുഹദാ എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്തിറങ്ങിയപ്പോൾ ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ ഒരാളുടെ കൂടെ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽബൈന, തെളിവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ 80 അടി കിട്ടും നിനക്ക്. സഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, സ്വന്തം ഭാര്യ ഒരാളുടെ കൂടെ വ്യഭിചരിക്കുന്നത് കാണുമ്പോൾ അയാൾ തെളിവ് അന്വേഷിച്ചു പോകും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, തെളിവ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അടി കിട്ടും. 3 പ്രാവശ്യം ആവർത്തിച്ചു. ഈ സഹാബി അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ, ഞാൻ പറയുന്ന ഈ ആരോപണം സത്യപ്പെടുത്തുന്ന രീതിയിൽ എന്റെ ഈ വാദത്തെ സത്യപ്പെടുത്തുന്ന ഒരു വിധി പടച്ചോനെ നീ അവതരിപ്പിക്കണമേ. അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയത്, വല്ലദീന യർമൂന അസ്വാജഹും. തന്റെ ഇണകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരോപണം പറഞ്ഞ 4 സാക്ഷികളുടെ ആവശ്യമില്ല. അപ്പൊ ഈ ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹിക്ക് പറയാൻ അധികാരമില്ല. വഹി വന്നാലേ പറയാൻ പറ്റുള്ളൂ. അതുവരെ റസൂൽ പറഞ്ഞില്ല. അതുവരെ റസൂൽ പറഞ്ഞെന്താ? ആദ്യം അവതരിച്ച വിധിയാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ പ്രവാചകന് പോലും ദീനിന്റെ ഒരു വിഷയം ആവശ്യമായി വരുമ്പോൾ പോലും റസൂൽ പറഞ്ഞിട്ടില്ല. വഹി വന്നിട്ടേ റസൂൽ മിണ്ടിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ഖുർആന്റെ പേരിൽ തൊള്ളിയിൽ തോന്നി അങ്ങോട്ട് വിളിച്ചു കൂവാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ തനിച്ച ദുർവ്യാഖ്യാനാണ്. KNM നേതൃത്വത്തിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിലെ കോളമിസ്റ്റുകളായ പണ്ഡിതന്മാരാണ് എഴുതി വിടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ചെറിയ യാഥാർത്ഥ്യമല്ല. നമുക്കറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് സൂചനയുള്ള കാര്യമാണ്. ഖബർ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനിൽ സൂചനയുണ്ട്. പ്രവാചകന്റെ ഹദീസിൽ കൃത്യമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അമാനി മൗലവി ഈ സംഗതി CN അഹമ്മദ് മൗലവി നിഷേധിച്ചപ്പോ അമാനി മൗലവി സൂറത്തുൽ മുഅ്മിനൂനിന്റെ 112, 118 ആയത്തിന്റെ വിശദീകരണം വ്യാഖ്യാനക്കുറിപ്പൊന്ന് വായിച്ചു നോക്കുക. ഖബർ ശിക്ഷ ഉണ്ടോ ഇല്ലേ? ഖബർ ശിക്ഷയെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഖബർ ശിക്ഷയുടെ ഹദീസ് അള്ളാഹുവിന്റെ ഖുർആനിന് എതിരാണ്. ഇതാ പ്രശ്നം. എന്താ സുഹൃത്തുക്കൾ ഈ പറയുന്നത്? ഇതൊക്കെ മുജാഹിദീങ്ങൾ എഴുതി വിടുവോ? KNMന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ് എഴുതിയിട്ടുള്ളത്. കേട്ടോളൂ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹുൽ ബുഖാരിയിലെ സുദീർഘമായ ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നൊരു ഹദീസ്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ KNMന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എഴുതാൻ പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയേക്കാം. എന്ത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്? ഖബർ ശിക്ഷയുണ്ട്. പക്ഷേ KNMന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ പറയാണ് ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസുകൾ വിമർശിക്കപ്പെട്ടേക്കാം. അങ്ങനെ ആരാ വിമർശിക്കപ്പെട്ടേക്കാന്ന് എന്തിനാ നമ്മൾ പെടാൻ പോണത്? അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം നമ്മളവിടെ ഊഹിച്ചു പറയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ആയത്തിനാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് ഹദീസ്, ഈ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഹദീസ് വിശുദ്ധ ഖുർആനിന്റെ ഏത് ആയത്തുകൾക്കാണ് വിരുദ്ധമായിട്ടുള്ളത്? നിങ്ങൾ പറയണം. KNMന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ വെളിപ്പെടുത്തണം. ആ ആയത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയാൻ, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ചയായിക്കൊണ്ട് നിഷേധം പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഐക്യത്തിന്റെ ലഹരിയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും. ആ ലഹരിക്കിടയിൽ ഈ പിഴച്ച വിശ്വാസവുമായി കൊണ്ട് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അള്ളാഹ് വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖങ്ങോട്ടും മറിക്കപ്പെടുമ്പോ അള്ളാഹിനും റസൂലുള്ളാഹിയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ വലിയ വലിയ സാദാത്യങ്ങളെയാണ്. അവരൊക്കെ ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, ഇതൊക്കെ തന്നെയാണ് ഖുർആൻ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ അവർ ഞങ്ങളെ വഴിതെറ്റി പടച്ചോനെ. ഇതൊക്കെ സമസ്തക്കാർക്കെതിരെ ഓതാനുള്ള ആയത്താണ്. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കുള്ള ആയത്താണ്. മനസ്സിലായോ? എല്ലാ മനുഷ്യന്മാർക്കുള്ള ആയത്താണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയാത്തൊരു കാര്യം നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വത്തെ തിരുത്തിക്കേണ്ട ഉത്തരവാദിത്തം സുഹൃത്തുക്കളെ ഓരോ മുജാഹിദീങ്ങൾക്കുണ്ട്. അത് തിരുത്താനും അത് തിരുത്തിപ്പിക്കാനുമുള്ള ഒരു എളിയ ശ്രമമാണ് സുഹൃത്തുക്കൾ. ഇതൊന്നും ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഹദീസ് നിഷേധിയോ ഖുർആൻ നിഷേധിയാക്കാൻ. ഈ പിഴച്ച വിശ്വാസം സുഹൃത്തുക്കളെ അപകടമാണ്. ഈ പിഴച്ച വിശ്വാസവുമായി കൊണ്ട് പടച്ചറപ്പിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുക, അല്ലെങ്കിൽ അള്ളാഹ് പറയാത്തത് പറയാം. ഇത് ഏറ്റവും വലിയ കളവാണ്. ഇനി തീർന്നിട്ടില്ല. എന്തൊക്കെ കളവുകളാണ് സുഹൃത്തുക്കളെ അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ. നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. ഒരു മനുഷ്യന്റെ പേരിൽ, ഞാനൊരു വ്യക്തിന്റെ പേരിൽ കളവ് പറഞ്ഞ് എത്രമാത്രം വലിയ റസൂൽ പറഞ്ഞു, അൽ മുഅ്മിനു ലാ യക്ദിബ്. വിശ്വാസിക്ക് ഒരു പക്ഷെ അവൻ വ്യഭിചരിച്ചേക്കാം, അവൻ കളവ് നടത്തിയേക്കാം, പക്ഷെ ഒരിക്കലും കളവ് പറയുന്നവനാകൂല എന്നാണ്. കാരണം ഒരു വിശ്വാസിക്ക് അത് കഴിയില്ല. കളവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം പോലും അതിനെതിരെ പ്രതികരിക്കും. അതുകൊണ്ടാണ് നുണപരിശോധന യന്ത്രങ്ങൾ വരെ ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം കളവ് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം പോലും അതിനെതിരെ പ്രതികരിക്കുന്ന, പ്രകൃതിക്കെതിരാണ് യഥാർത്ഥത്തിൽ കളവ് എന്ന് പറഞ്ഞത്. അത് മനുഷ്യനെതിരെ കളവ് പറഞ്ഞാലുള്ള അവസ്ഥയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാലോ, അതും ഏതെങ്കിലും തോന്നിവാസത്തെ ന്യായീകരിക്കാനാണെങ്കിലോ അതിന് ഗൗരവത്ര. ഇത് ഞാൻ വെറുതെ പറയില്ല, കേട്ടോളൂ. KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിലാണ് ഞാൻ വായിക്കുന്നത്. എവിടുന്നെങ്കിലും ആരെങ്കിലും നോട്ടീസ് അടിച്ച് ഇറക്കിയതല്ല. KNM ഔദ്യോഗികമായിക്കൊണ്ട് ഇപ്പോഴത്തെ KNMന്റെ ആ ഐക്യ സമ്മേളനത്തിന്റെ സദസ്സിൽ, അതിന്റെ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് ഐക്കണുകൾ കണ്ടല്ലോ. ശബാബ്, അത്തൗഹീദ്, വിചിന്തനം, അതിൽപ്പെട്ട ഒരു പ്രസിദ്ധീകരണമായി അത്തൗഹീദിൽ ഞാൻ വായിക്കുന്ന ഔദ്യോഗികമായി കൊണ്ട് ഇറക്കിയതാണ്. എന്താ അതിലേതുള്ളതറിയും? കേവലം അനുവദനീയമാണെന്ന് പറയുന്ന തെളിവുകൾ ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. എന്ത്? ഒന്നാമത്തെ കളവ്. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. കളവ് നമ്പർ 1. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അമാനി മൗലവിന്റെ തഫ്സീർ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ. മുജാഹിദ് ആകാൻ അമാനിന്റെ തഫ്സീർ വായിച്ചാൽ മതി.
അമാനി മൗലവിയുടെ തഫ്സീർ ഇത് പച്ചക്കളവാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ സംഗീതത്തെ കുറിച്ച് പറയുന്നില്ല എന്നത് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ലുഖ്മാൻ. ഇന്ന് ചെന്നിട്ട് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കേനം എന്നുള്ള 3 അക്ഷരം പിടിച്ചിട്ട് തൊക്കിൽ വെച്ച് നാളെ സ്വർഗത്ത് പോയിക്കോളാം എന്ന് ആർക്കെങ്കിലും വാശിയിട്ട് ഇങ്ങോട്ട് പോയിക്കോളി. ഖൗലു സലാം, അത്രേ പറയാനുള്ളൂ. അള്ളാന്റെ സ്വർഗം അവിടെ കേന്ദ്രമെന്ന് 3 അക്ഷരമെന്നോ, അല്ലെങ്കിൽ വിസ്ലം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനാണെന്നോ, അല്ലെങ്കിൽ സമസ്തയാണെന്നോ, ജമാഅത്താണോ, തബ്ലീഗാണോ, ഓന്റെ ജാതി അഡ്രസ്സും ബാപ്പാന്റെ പേരും തറവാടും ഓന് പൊന്നിട്ടിയ സ്ഥലം ഓന്റെ കുട്ടികളെണ്ണൊന്നല്ല അള്ളാഹ് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഈമാൻ ശരിയാകണം, അമലുസ് സ്വാലിഹാത്ത് ഉണ്ടാകണം. അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ പച്ച കളവ് പറയാണ്. എന്താ കളവ്? സംഗീതം അത് നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് കേട്ടോ. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബുൻ മുഹീൻ എന്ന സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ പ്രസ്താവിച്ച വിനോദയാർത്ഥ അഥവാ ലഹുൽ ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞു, അത് സംഗീതമാണ്. ഞാൻ എന്റെ വക വായിക്കില്ല, അമാനി മൗലവിയുടെ തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. എന്താ KNM നേതാവ് പറഞ്ഞത്? സംഗീതം ഹറാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്ന് പഠിച്ച നല്ല 1-ാം നമ്പർ വിദ്യാർത്ഥിയാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സംഗീതമാണ്. നീ വേണോ കേട്ടോളൂ. സംഗീതത്തെ കുറിച്ച് ഇത് അമാനി മൗലവിയുടെ പരിഭാഷയാണ്. സംഗീതത്തെ ഇനി ഇതൊക്കെ കുറച്ച് കഴിഞ്ഞതൊക്കെ വേറെ ആരെങ്കിലും കടത്തിക്കൂട്ടിയെന്ന് പറയും. ഇപ്പൊ അങ്ങനെയാണ് ചില ആൾക്കാര് സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീറിലുള്ളപ്പോ അത് അമാനി എഴുതിയതൊന്നല്ല, വേറെ ആരോ കടത്തിക്കൂട്ടിയതാണ്. ഇവിടെ വന്നിട്ടാണല്ലോ മുമ്പ് അമാനിയുടെ പേരക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ പ്രസംഗിച്ചത് എന്ത്? ഇസ്ലാമിക് എന്ന് പറഞ്ഞ അമാനി മൗലവിന്റെ പുസ്തകമൊന്നുമില്ല, അത് പിന്നെ ആരോ എഴുതിയതാണ്. അങ്ങനെ പൊട്ടപ്പോഴത്തൊന്നും പറയേണ്ട. അമാനി മൗലവിയുടെ തഫ്സീറിൽ നാം വായിക്കുന്നത് ബുദ്ധിയുള്ള പടച്ചോനെ പേടിക്കുന്ന മുജാഹിദീങ്ങളെ, സ്വർഗം ആഗ്രഹിക്കുന്ന മുജാഹിദുകളെ, നിങ്ങൾ കേട്ടോളൂ. സംഗീതത്തെ കുറിച്ച് യസീദ് ഇബ്നു വലീദിന്റെ ഒരു പ്രസ്താവന എത്ര വാസ്തവമാണ്. അദ്ദേഹം തന്റെ ഗോത്രക്കാരോടായി പറയുകയാണ്, ഉമയ്യ ഗോത്രമേ, സംഗീതത്തെ സൂക്ഷിച്ചു കൊള്ളുക. അത് ലജ്ജയെ ക്ഷയിപ്പിക്കുന്നു, ദേഹേച്ഛയെ വർദ്ധിപ്പിക്കുന്നു, മനുഷ്യത്വം നശിപ്പിക്കുന്നു, മദ്യത്തെ പ്രതിനിധീകരിക്കുന്നു, മത്തന്മാരെ പോലെ പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ കഴിയാത്ത പക്ഷം സ്ത്രീകളെങ്കിലും അതിൽ സംബന്ധിക്കാൻ അനുവദിക്കരുത്. തീർന്നിട്ടില്ല. അമാനി മൗലവിയുടെ തഫ്സീറിൽ ഈ വിഷയം നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. സംഗീതത്തിന്റെ ഗൗരവം, സംഗീതത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം അമാനി മൗലവി എത്രയാണ് എഴുതിയിട്ടുള്ളത്. അത്യാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ചുവിടുന്നതും കേവലം രസത്തിനും ആനന്ദത്തിനും നടത്തപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വാക്കാണ് ലഹ്വ്. രാക്കഥകൾ, നോവലുകൾ, പ്രേമസാഹിത്യങ്ങൾ, ചിരിക്കോപ്പുകൾ, വീണവാദ്യങ്ങൾ, സംഗീതാലാപനങ്ങൾ, നൃത്തങ്ങൾ മുതലായവയും നാടകങ്ങൾ, കഥകളികൾ, ഇന്നത്തെ ചലച്ചിത്ര പ്രദർശനങ്ങൾ ആദിയായവുമെല്ലാം വിനോദ വാർത്തകളിൽ ഉൾപ്പെടുന്നു. ഇതിൽ എത്രണ്ണപ്പം മടവൂർ ഭാഗം ഇറക്കിയതെന്നറിയോ? സിനിമ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിന് ഒരു പ്രശ്നമില്ല. ഇതാണ് ഐക്യം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയണം. തിരുത്തണ സുഹൃത്തുക്കളെ, അള്ളാഹ് പറഞ്ഞൊരു കാര്യം ലഹുൽ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ മദ്രസയിൽ നിന്ന് പഠിച്ച റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറയുന്നു അത് സംഗീതമാണ്. അത് അമാനി മൗലവി തഫ്സീർ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് KNM നേതാവ് പറയാണ് സംഗീതത്തെ കുറിച്ച് അള്ളാഹിന്റെ ഖുർആനിൽ ഒന്നുമില്ല, കളവ് ഒന്ന്. തീർന്നില്ല. അടുത്ത വരി കേട്ടോ, ശരിക്കും കേട്ടോളൂ സുഹൃത്തുക്കളെ. പടച്ചോനെ പെടുന്നതൊക്കെ ബോധം കെട്ടുപോകുന്നതൊക്കെ കേട്ടാൽ എന്തൊരു കളവാണിതൊക്കെ. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് പറയാത്ത കാര്യം പച്ചയായി കളവ് എഴുതി വിട്ടിട്ട് ഇവരൊക്കെ ഭൂമിയിൽ അള്ളാഹു അവശേഷിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഖുർആനിൽ വരുന്ന കളവ് കേട്ടോളൂ. അവരെഴുതാണ്, വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന്
ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്ദി സംവാദത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചു, ഓ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ മൗലവി, ഏതാണ് ആയത്ത് ഇങ്ങടെ ഓതിയത്? അവന്റെ മറുപടി എന്താന്നോ, ആയത്ത് അടുത്ത ആഴ്ച ഓതുന്നു. മുജാഹിദീങ്ങളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ആയത്ത് ചോദിച്ചിട്ട് ആയത്ത് ഇപ്പോൾ നമ്മൾ ഖുർആൻ കയ്യിൽ കൊടുത്തു, ഈ ഉദ്ധരൺ നമ്മൾ വായിച്ചു, ഇത് പറഞ്ഞ് ആയത്ത് നിങ്ങൾ ഓതണം, വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ സംഗീതം അനുവദനീയമാണെന്ന് അള്ളാന്റെ ഖുർആനിലുണ്ട്. ഉണ്ടെങ്കിൽ ആയത്ത് നമുക്കും കിട്ടട്ടെ, നമുക്കും വായിക്കാലോ തബലയും, നമുക്കും വായിക്കാലോ തബലയൊക്കെ. അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ മദ്ദളം എന്തപ്പോ നമുക്ക് മുട്ടിയ ഒച്ച ഉണ്ടാവില്ല, നമ്മൾ മുട്ടിയാൽ ഒച്ചൊക്കെ ഉണ്ടാവും. ഹാർമോണി നമ്മൾ വായിച്ചാലും പിന്നെ ഒച്ചൊക്കെ ഉണ്ടാവും. എന്നിട്ട് അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയാൻ. ആ നന്ദി സംവാദം വൈക്കെന്ന് വെച്ച് നിർത്തിപ്പോയതാണല്ലോ. ഇൻഷാ അല്ലാഹ് അപ്പൊ നിങ്ങൾ ആളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തൊക്കെ ചിലപ്പോ നിങ്ങൾ കൂടിയിരുന്ന് മുശാവറ ഒക്കെ തീരുമാനമായി എന്നാണല്ലോ. അപ്പൊ തീരുമാനമായ കൂട്ടത്തിൽ ചിലപ്പോ ഈ ആയത്തും കണ്ടെത്തിയിട്ടുണ്ടാകും. എങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നന്ദിയുടെ വാക്യങ്ങൾ തുടരാം. ആയത്ത് നമുക്ക് സംവാദത്തിൽ പറയാം. അതിന് തയ്യാറുണ്ടോ എന്നിവിടെ വെല്ലുവിളിക്കണമെന്നില്ല, ഞങ്ങൾ മാന്യമായി ചോദിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത എന്തായി പറയണത്? ഈമാനുള്ള ആളുകൾക്ക് സംഗീതോപകരണം അനുവദനീയാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ടാണെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കുകയും, ഈ ലോകത്തിന്റെ രക്ഷിതാവായ ഹക്കും ബാത്തിലും തീരുമാനിക്കുന്ന റബ്ബുൽ ആലമീനായ പടച്ചോന്റെ പേരിൽ പാച്ച കളവ് പറയാം. ഇതൊക്കെ ചോദിച്ചിട്ട് മിണ്ടാട്ടല്ല. എന്നിട്ട് ഞങ്ങൾ ഐക്യത്തിന്റെ ലഹരിയാണ്, ഐഡിയോളജിക്കൽ ഡിസിപ്ലിനാണ്. എന്താ ഇതൊക്കെ ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ? മുണ്ടാതെ കുത്തിരുന്നോളി. അള്ളാന്റെ മുമ്പിൽ ചെന്നാ കാണാം ഈ പൊട്ടപ്പോയത്തങ്ങളും പച്ചക്കളവും. ഇതൊക്കെ സുഹൃത്തുക്കളെ, ഈ ആയത്തുണ്ടെങ്കിൽ ഇവിടെ രണ്ടത്താണ് എന്നല്ലേ കേരളത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടോ? പച്ചക്കളവല്ലത്. എന്നിട്ട് എന്താ നന്ദി രണ്ടാമത്തെ സംവാദത്തിൽ ഓതിയത്? സൂറത്ത് ശുഅറാന്റെ അവസാന ഭാഗത്ത് നോക്കിക്കോ. എന്നിട്ട് പറപ്പൂരിന്റെയും ചെറിയ മുട്ടത്തിന്റെയും പരിഭാഷയും വായിച്ചാളാം. ഞാൻ ചോദിക്കുന്നു, പറപ്പൂര് സ്റ്റേജിലുണ്ടല്ലോ, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ തന്നെ പറയട്ടെ, അവർ രണ്ടുപേരും എഴുതിയ പരിഭാഷയിലോ അമാനി മോലിയുടെ പരിഭാഷയിലോ സൂറത്തു ശുറാന്റെ അവസാന ഭാഗത്ത് ഈ KNM നേതാവ് എഴുതിയതുപോലൊരു വാചകം ആർക്കും കാണിക്കാൻ കഴിയില്ല. പച്ചക്കളവാണ്. അപ്പൊ അള്ളാന്റെ പേരിൽ കളവ് പറയാ, പറപ്പൂരിന്റെ പേരിൽ കളവ് പറയാ, ചെറിയ മുണ്ടത്തിന്റെ പേരിൽ കളവ് പറയാ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയാ. ഇങ്ങോട്ട് പറയാൻ ഫൈസൽ മൗലിദ് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം പച്ചയായിക്കൊണ്ട് നിഷേധിക്കുകയും പച്ചയായിക്കൊണ്ട്, ഞാൻ ഹദീസ് നമുക്ക് തൊട്ടിട്ടില്ല, ആയത്ത് മാത്രമാണെന്ന് പറഞ്ഞു. അള്ളാന്റെ ഖുർആനുമല അവരെ കളി. നിങ്ങൾ ആലോചിക്കുക, ഹദീസ് പറയാണ്ട് പരമ്പര തന്നെ പറയാണ്ട് ഇവിടെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ സംഗതികളെയാണ് സുഹൃത്തുക്കളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ കണ്ണീർ നിഷേധിക്കുന്നു. കണ്ണീറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സൂചന നൽകിയ കാര്യമാണ് കണ്ണീറുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യം. ഇത് ഞാൻ എന്റെ വകയായിട്ട് കൊണ്ട് പറയണ്ട. സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്തിന്റെ പരിഭാഷ നിങ്ങളൊന്ന് അമാനി മൗലവിന്റെ തഫ്സീർ വായിച്ചാൽ മതി. അതേപോലെ തന്നെ സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ ആയത്ത്, وَيَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, وَهَذِهِ الْآيَةُ دَلِيلٌ عَلَى أَنَّ الْعَيْنَ إِصَابَتُهَا وَتَأْثِيرُهَا حَقٌّ بِأَمْرِ اللَّهِ كَمَا وَرَدَ بِذَلِكَ الْأَحَادِيثُ الْمَرْوِيَّةُ മിൻ തുർഖി മുതഅദ്ദിദ കസീറ. ഈ ആയത്തിൽ തെളിവുണ്ട് എന്ത്? കണ്ണീർ യാഥാർത്ഥ്യമാണെന്നും സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ തെളിവുണ്ടെന്ന് പണ്ഡിതന്മാര് പറയാൻ. ഇപ്പൊ ഖുർആനിൽ തെളിവുള്ള കാര്യമാണ് കണ്ണീർ. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കൃത്യമായി കൊണ്ട് പറഞ്ഞു അൽ ഐനു ഹഖ്ഖുൻ. അമാനി മൗലവിന്റെ തഫ്സീറിൽ സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്തിൽ പറഞ്ഞു കണ്ണീർ യാഥാർത്ഥ്യമാണ്. നന്ദി സംവാദത്തിൽ എന്താണ് ഒരു KNMന്റെ നേതാവ് പറഞ്ഞ? നിങ്ങളൊന്ന് കേട്ടുള്ളൂ. കണ്ണേറില്ല, മൂക്കേറില്ല, നാക്കേറില്ല. അള്ളാന്റെ റസൂലുള്ള അള്ളാന്റെ ഖുർആൻ പറഞ്ഞൊരു കാര്യം കൃത്യമായി കൂടെ നിഷേധിക്കാൻ കേട്ടോ. അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യാൻ
അള്ളാഹുവിനെ കഴിയൂ. ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. അള്ളാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല. ഒരു കണ്ണിനും കഴിയൂല, ഒരു മൂക്കിനും കഴിയൂല. മറിച്ച് ഒരു ദുരിതമാണ്, ഒരു ഖൈറാണ് അള്ളാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ. അപ്പോ എന്ന ആയത്തോതിയിട്ടാണ് മൂപ്പര് കണ്ണീർ നിഷേധിക്കണം. ശരിക്കും ശ്രദ്ധിക്കണം, അയാൾ തൊള്ളവടായി അല്ലത്, അള്ളാന്റെ ആയത്താണ് അയാൾ ഓതിയത്. ഈ എന്ന ആയത്ത് വിശദീകരിച്ച് പറയാണ് കണ്ണേറില്ല, മൂക്കേറില്ല, ഒരു നാക്കേറില്ല. സുഹൃത്തുക്കളെ, ആത്മാർത്ഥതയുള്ള മുജാഹിദ് പ്രവർത്തകന്മാരെ, ഈ ആയത്തും കണ്ണൂറും എതിരാണോ? എന്താ അള്ള പറഞ്ഞത്? നിനക്കൊരു ദുരിതം ബാധിച്ചാൽ ആ ദുരിതം മാറ്റുന്നവൻ അള്ളല്ലാതല്ല. അതിനർത്ഥം കണ്ണേറില്ല എന്നാ. ആ ദുരിതത്തിൽപ്പെട്ടതാണ് കണ്ണേറ്. ആ കണ്ണേറ് ബാധിച്ചാലും അത് മാറ്റിത്തരേണ്ടവൻ അള്ളയാണ്. അതിനെന്തിനാ കണ്ണേർ നിഷേധിക്കാൻ ഈ ആയത്തോതേണ്ട ആവശ്യം? അള്ളാന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കണം. ഇനി കേട്ടോളൂ, KNM-ന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന് വായിക്കുന്നത് ഭാഷാപരമായ അർത്ഥവും സാങ്കേതികമായ അർത്ഥവും രണ്ടാണ്. കണ്ണേറ് ഫലിക്കുമോ ഇല്ലയോ എന്നത് വിശ്വാസപരമായ കാര്യമാണ്, തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം വിഷയങ്ങൾ സ്ഥിരപ്പെടുത്താൻ ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ പോരാ. ഹദീസുകൾ സഹിഹാകാൻ ആശയത്തിനും പരമ്പരക്കും ഹദീസ് പണ്ഡിതന്മാർ നിശ്ചയിച്ച നിബന്ധനകൾ എല്ലാം പൂർത്തിയായാലും ഖബറുൽ വാഹിദ് കൊണ്ട് വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാരും മദ്ഹബിന്റെ ഇമാമികളും മുസ്ലിം ലോകവും അഭിപ്രായപ്പെടുന്നത്. ഖബറുൽ വാഹിദ് കൊണ്ട് ഇൽമ ലഭിക്കുമെന്ന് പറയുന്നവരും ദൃഢമായ അറിവ് ലഭിക്കുമെന്ന് പറയുന്നവരും അതിന്റെ ബാഹ്യമായ തെളിവുകളില്ലാതെ തന്നെ വിശ്വാസ കാര്യത്തിന് പറ്റുമെന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം കണ്ണേറ് ബാധിക്കുമല്ല എന്നുള്ള വിശ്വാസപരമായ കാര്യമാണ്. അതുകൊണ്ട് അൽ ഐനു ഹഖ് എന്നുള്ള ഖബറുൽ ആഹദ് കൊണ്ട് അത് തെളിയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് കണ്ണേറിനെ അള്ളാഹുവിന്റെ ഖുർആനിൽ സൂചനയുള്ള കാര്യങ്ങളെ സുഹൃത്തുക്കളെ നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, സിഹിറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം, സിഹിർ അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് സൂചിപ്പിച്ച സംഗതിയാണല്ലോ. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല, സാഹിറന്മാർക്കൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ എന്നും കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ഖുർആനിന്റെ വാദം എന്നതാണ് അമാനി മൗലവി കൃത്യമായി കൊണ്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഖുർആനിന്റെ വാദം എന്താണ്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ എന്താ? സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് ഖുർആനിന്റെ വാദം എന്നാണ് അമാനി മൗലവി എഴുതിയത്. ഇവിടെ പ്രചരിപ്പിക്കുന്നതോ സിഹിറിന്റെ ഹദീസ് ഖുർആനിനെതിരാണെന്നാണ്. എന്താ അമാനി മൗലവി എഴുതിയത്? സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും ഇപ്പോഴും മുമ്പുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങൾ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന വാദമാണ് ഖുർആനിന്റെ വാദം. പക്ഷെ ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഖുർആനിന്റെ റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസാണെങ്കിലും അല്ലെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണെങ്കിലും അത് ഖുർആനിനെതിരാണെന്നും അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകുമെന്നതാണ് ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് അപകടമാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്നും അതേപോലെ തന്നെ മഹാനായ KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ഫലിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി മന്ത്രിക്കാമെന്നുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പഠിപ്പിച്ചത്. അതല്ലാതെ സിഹിറിന് യാഥാർത്ഥ്യം ഇല്ല എന്നതാണ് ഖുർആന്റെ ആശയം എന്നൊരിക്കലും മുജാഹിദ് പണ്ഡിതന്മാർ ഒരിക്കലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചുരുക്കാണ് സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് പറയാണ്ട് അള്ളാഹിന്റെ ഖുർആനെ പറ്റി മാത്രമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ.
ഈ ആയത്ത് നാമാണ് ഇതിനെ ഇറക്കി, നാം ഇതിനെ സംരക്ഷിക്കും എന്നുള്ള പറഞ്ഞു. ആ ആയത്തിൽ ഖുർആനും ഹദീസും പെടുമെന്നാണ് KNMന്റെ ഒരു പ്രസിദ്ധീകരണമായ ഹദീസ് 2-ാം പ്രമാണമോ എന്ന പുസ്തകത്തിൽ KNM നേതാവായ എഴുതിയത്. അഥവാ ഇന്നാനഹു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്തിന്റെ പരിധിയിൽ ഖുർആനും ഹദീസും പെടും എന്ന് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുമ്പോൾ, ഈ അടുത്തിറങ്ങിയ ശബാബിൽ KNMകാർ പറയുന്നു, എന്തായത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് ഗ്യാരണ്ടി നൽകുന്നു. ഇപ്രകാരം ഒരു ഉറപ്പ് ഹദീസിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് നൽകുന്നില്ല. എന്ത്? ഇന്നാനഹു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് അന്ന് അബ്ദുസ്സലാം സുലമി എഴുതിയത്, അതിൽ ഹദീസ് പെടും. ഇപ്പൊ അതേ അബ്ദുസ്സലാം സുലമി തന്നെ പറയുന്നു ഹദീസ് പെടൂല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പെടില്ല എന്ന വാദം ഖുർആൻ ദുർവ്യാഖ്യാനമാണോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. കൃത്യമായി കൊണ്ടും അത് ഖുർആൻ ദുർവ്യാഖ്യാനം തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഇനിയോ എത്രയോ കാര്യങ്ങൾ സിറാത്ത് പാലത്തെ സംബന്ധിച്ചിടത്തോളം, സിറാത്ത് പാലം അത് വിശുദ്ധ ഖുർആനിനെതിരാണ് എന്ന് കൃത്യമായി കൊണ്ട് എഴുതിവിടാൻ. എന്ത്? സിറാത്ത് പാലം വിശുദ്ധ ഖുർആനിനെതിരാണ്. സിറാത്ത് പാലം ഇല്ല എന്ന് KNM നേതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. സിറാത്ത് പാലം ഇല്ല, അതൊക്കെ തീരുമാനമാകണം സുഹൃത്തുക്കളെ. സിറാത്ത് പാലം ഉണ്ടോ അല്ലേ പരലോക വിശ്വാസമായിക്കൊണ്ട് ബന്ധപ്പെട്ടതാ. നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ട 6 എന്താ? ഒന്ന് ഖിയാമത്ത് നാൾ വിശ്വാസമാണ്. ഖിയാമത്ത് നാൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നല്ല, പരലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അന്ത്യനാളുമായി കൊണ്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കണം, ഒന്നും നിഷേധിക്കാൻ പാടില്ല. എന്നാൽ സിറാത്ത് പാലം ഇല്ല എന്ന് എഴുതിയ ആ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള KNM നേതാക്കന്മാർ, അവര് സിറാത്ത് പാലം ഇല്ല എന്ന് മാത്രമല്ല, അത് ഖുർആനെതിരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു കളവാണിത്. അങ്ങോട്ട് തട്ടിവിടുന്ന അള്ളാന്റെ ഖുർആന്റെ പേരിൽ പച്ച കളവ് പറയാ. നിങ്ങൾ കേട്ടോളൂ, നരകവാസികളെ പ്രത്യേകമായി വിവിധ സംഘങ്ങളായി നരകത്തിന് നേരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. നരകവാസികളെ സ്വർഗത്തിന് നേരെയും 2 കൂട്ടരും ഒന്നിച്ച് നരകത്തിലൂടെ പാലത്തിലൂടെ പോകുമ്പോൾ, ശരിക്കും കേട്ടോളൂ, 2 കൂട്ടരും ഒന്നിച്ച് നരകത്തിന്റെ പാലത്തിലൂടെ പോകുമ്പോൾ, നരകത്തിന്റെ പാലം സിറാത്ത് പാലാണ്, നരകവാസികളെ മുള്ളു കൊളുത്തി താഴെ വീഴ്ത്തുകയാണെന്ന് വീക്ഷണം. റസൂലുള്ളാഹിന്റെ ഹദീസായി പറയുന്നത് അതിനാണ് മൂപ്പര് എന്ത് ചെയ്യുന്നത്? വീക്ഷണം. ഏത് വീക്ഷണം? ആരോ ഒരാൾ ഇങ്ങനെ ബുദ്ധി ചിന്തിച്ചുണ്ടാക്കിയതല്ല. റസൂലുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, സിറാത്ത് പാലത്തിലൂടെ അക്രമികളായ ആളുകൾ പോകുമ്പോൾ നരകത്തിൽ നിന്ന് കലാലീപുകൾ വന്ന് കൊളുത്തുകൾ വന്ന് താഴേക്ക് വലിച്ചിടും. അതിനെപ്പറ്റി മൂപ്പര് പറഞ്ഞെന്താ അറിയോ? നരകവാസികളെ മുള്ളു കൊടുത്ത് താഴേക്ക് വീഴ്ത്തുകയാണെന്ന് വീക്ഷണം. പരിശുദ്ധ ഖുർആന്റെ ഈ പ്രസ്താവനകൾക്കും മറ്റ് ധാരാളം സൂക്തങ്ങൾക്കും എതിരാകുന്നതാണ്. എന്ത്? റസൂലുള്ള പഠിപ്പിച്ച ഹദീസ്, പിന്നെ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ എന്ന ആയത്തിനെതിരാണ്. സിറാത്ത് പാലം ഖുർആനെതിരാണ്. ഇത് തീരുമാനാകേണ്ട സുഹൃത്തുക്കളെ. സിറാത്ത് പാലം ഈ KNMന്റെ ഔദ്യോഗികമായ ആളുകൾ നിഷേധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പുസ്തകങ്ങളിലൂടെയും മറ്റുമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചപ്പോ അതിനിപ്പോ KNMകാർ മറുപടി ഇറക്കിയിട്ടുണ്ട്. സലഫികൾ ജൽപ്പനങ്ങളും വസ്തുതകളും. എന്താ നല്ല രസമുണ്ട്, ഞാൻ വായിച്ചു തരാം. സലാം സുല്ലമീൻ ഇവിടെ സിറാത്ത് പാലത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളെ നിരുപാധികം തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അഹ്ലുസുന്നയുടെയും ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ വ്യക്തമായ ജൽപ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ സിറാത്ത് പാലത്തെക്കുറിച്ച് ഇജ്തിഹാദിയായ ഗവേഷണപരമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇജ്തിഹാദിന് കഴിവുള്ള ഒരു മഹാപണ്ഡിതനാണ്, അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സിറാത്ത് പാലം ഇല്ല എന്ന് സലാസ്ലം എഴുതിന്ന് കണ്ടപ്പോ മറുപടിയാണ്, സലാസ്ലം മഹാപണ്ഡിതനാണ്, ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതൻ. ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത് അത് മാത്രല്ല. ഈ പുസ്തകത്തിന് ഈ പ്രത്യേകത എന്താ അറിയോ? ഇത് മടവൂരികൾ സലഫികളൊന്നും ഞാൻ ഈ പുസ്തകത്തിന് മറുപടിയാണ്. ഈ പുസ്തകത്തിന്റെ പരസ്യം ഞാനൊരു 25 ശബാബിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആനുകാലിക സന്ദർഭത്തിൽ വായിച്ചിരിക്കേണ്ട ഉത്തമ കൃതി എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പരസ്യം. ഈ പുസ്തകത്തിലാണ് പറഞ്ഞത് സലാം സലഫി മഹാപണ്ഡിതനാണ്. മഹാപണ്ഡിതനാണ് സിറാത്ത് പാലം നിഷേധിക്കാൻ പറ്റുമോ? അതതിന്റെ മറുപടി. എത്ര വലിയ മഹാപണ്ഡിതനായിക്കോട്ടെ, അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആന് സൂചന ഉണ്ട്, വൈമിൻകും ഇല്ലാ വാരിദുഹാ എന്ന ആയത്ത് നിങ്ങൾ
ഇബ്നു കസീർ മറിച്ചു നോക്കി. സഹാബി വര്യന്മാര് പറഞ്ഞിട്ട് സിറാത്ത് പാലത്തെ പറ്റി ചില ആയത്തുകൾ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ ഇതിനെ പറയണ്ടേ? അങ്ങനെ സുഹൃത്തുക്കളെ, ഇജ്തിഹാദ് എന്ന് പറഞ്ഞ എന്താ? അള്ളാഹ് പറയാണ് പരലോകമുണ്ട്. അപ്പൊ ഒരാൾ ഇജ്തിഹാദ് ചെയ്തിട്ട് പറയാം പരലോകമില്ല. ഇതാ ഇജ്തിഹാദ്? ഇതിന് പൊട്ട കുഫർ എന്ന് പറയാ. ഇജ്തിഹാദ് നസ് വന്ന വിഷയത്തിലല്ല, നസ് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ആ നസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നിർദ്ധരിച്ചെടുക്കാം, ഇതിനാ ഇജ്തിഹാദ് എന്ന് പറയാ. അതല്ലാതെ അങ്ങനെ സംഗതി ഇല്ല എന്നല്ല. റസൂൽ പറയാം സിറാത്ത് പാലുണ്ട്. അപ്പൊ മൂപ്പര് ഇജ്തിഹാദ് ചെയ്തിട്ട് പറയാണ് സിറാത്ത് പാലല്ല. സുഹൃത്തുക്കളെ, തീർന്നില്ല. ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കൂ, എത്രയെത്ര സംഗതികളാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞു, അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞു. ഇനി ഞാൻ വേഗത്തിൽ ചില ക്ലിപ്പുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം. അള്ളാഹുന്റെ ഖുർആൻ ഓതിയിട്ട് തൊള്ളി തോന്നിയ അർത്ഥം പറയാം. ഇന്ന് ഖുർആൻ മാത്രമുള്ളൂ. ഖുർആൻ ഓതിയിട്ട് തൊള്ളയിൽ തോന്നിയ അർത്ഥം പറയുക. നിങ്ങൾ നോക്കൂ, കൃത്യമായി കൊണ്ടവർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സൂറത്ത് ആൽ ഇംറാന്റെ 175-ാമത്തെ ആയത്ത്, ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി. അത് പിശാചാകുന്നു. ആ പിശാച് അവന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അവർ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടരുത്. അഥവാ പിശാചിന്റെ കൂട്ടാളികളെ, അഥവാ ശത്രുക്കളായ ആളുകളെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന ആയത്തെടുത്തിട്ട് അബ്ദുസ്സലാം സുല്ലമിന്റെ അല്ലെങ്കിൽ കേന്ദ്രം നേതാവിന്റെ വ്യാഖ്യാനം എന്താ കേട്ടുള്ളൂ? അദ്ദേഹം പറയട്ടെ. സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചു. സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചെത്തി. രണ്ടേ ആയത്തുകൾ പഠിച്ചാൽ മതി, വിശദീകരിക്കുന്നുണ്ട്. ജിന്നിന് ശൈത്താനെ കുറിച്ചുള്ള എല്ലാ അകാരണ പേടികൾക്കും നീങ്ങും. രണ്ടായത്ത്. ഒന്ന് ആൽ ഇംറാനിലെ 175-ാമത്തെ ആയത്ത്. മറ്റേ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഒറ്റ ആയത്ത് മതി നമുക്ക് ഇതെല്ലാം കുളിച്ചാല്. മറ്റേ പറയണ്ട, പറയാതിരിക്കാൻ നല്ലത്. രണ്ടായത്തിന്റെ ഒക്കെ പൊളിച്ചാനെന്നാണ്. ഏതായത്ത്? ശൈത്താന് പേടിക്കേണ്ടതില്ല എന്നുള്ളതിനാണ് ഈ ആയത്ത് ഓതുന്നത്. സൂറത്ത് ആൽ ഇംറാന്റെ 175-ാമത്തെ ആയത്ത്, ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും. നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല, അഥവാ പിശാചിന്റെ കൂട്ടാളികളായ ശത്രുക്കൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടതെന്ന് ആയത്തിന് അർത്ഥം മാറ്റിയിട്ട് ഈ KNM നേതാവിന്റെ പ്രസ്താവന എന്താ അറിയോ? പിശാചിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് സുഹൃത്തുക്കൾ അള്ളാഹു സൂറത്തുൽ ഫലഖുൻ നാസൊക്കെ ഇറക്കിയത്? അയ്യർച്ചാണ്ട് പിശാചിനെ ഇങ്ങനെ പേടിച്ച് നടക്കണം എന്നല്ല. പിശാചിന്റെ ഷർറുകൾ നമ്മൾ അള്ളാഹുവിനോട് ശരണം ചോദിച്ചുകൊണ്ടിരിക്കണം. അവന്റെ കുതന്ത്രങ്ങൾ നമ്മൾ പെടുന്നതിന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. ഇത് അള്ളാഹു ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ? അതിനെ പേടിക്കണ്ട എന്ന് ദുർവ്യാഖ്യാനിച്ച് പറയാൻ ഇത് ഇയാളെ കൊണ്ട് നിർത്തിയിട്ടില്ല. നേരെ മറിച്ച് ഐക്യത്തിന്റെ സൂത്രധാരകനായി അറിയപ്പെടുന്ന ഐഡിയോളജിക്കൽ ഡിസിപ്ലിന്റെ ഉപജ്ഞാതാവായ ഒരു നേതാവ് കൂടി ഈ ആയത്തിന് ദുർവ്യാഖ്യാനിക്കുന്നത് കേട്ടുള്ളൂ. അദ്ദേഹം പറയട്ടെ. യുഹവ്വിഫു ഔലിയാഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല എന്നതിന് ഇയാൾ അർത്ഥം കൊടുക്കണം. നോക്കിക്കോളൂ, അവനെ നിങ്ങൾ പേടിക്കേണ്ടത്. ഹും എന്ന് പറഞ്ഞാൽ അത് ജംഇന്റെ അഥവാ ബഹുവചനമാണ്. എന്നാൽ ഇയാൾ അർത്ഥം കൊടുക്കുന്നതോ അവനെ നിങ്ങൾ പേടിക്കേണ്ടത്, അഥവാ ശൈത്താനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത്. യുഹവ്വിഫു ഔലിയാഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. അപ്പോ ഫലാ തഖാഫൂഹും, അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നതിന് കൃത്യമായി കോട്ടിമാട്ടി. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നത്? എന്താണ് ഫലാ തഖാഫൂഹും, അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണ്, എന്താണ് ഇവിടെ പേടിക്കാനുള്ളത്? അള്ളാഹ് പറഞ്ഞതുപോലെ നേർക്ക് നേരെ പറഞ്ഞ പോരെ, തീർന്നില്ല. ഒന്ന് ഇനി കേട്ടോളൂ, ഇന്നാ ലഹു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് സലാം സുല്ലമി എന്ന് പറയുന്ന KNM നേതാവ് ദുർവ്യാഖ്യാനിച്ച് നമ്മൾ കണ്ടു. അത് അയാൾ ഹദീസ് ഒഴിവാക്കി. എന്നാൽ ഇയാള് പറയാണ്, ഒരു മദനി പറയാണ്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം KNM എന്ന പ്രസ്ഥാനാണ്. അപ്പൊ നല്ല കൂറുണ്ട്. അപ്പൊ KNM-നെ അള്ള സംരക്ഷിക്കുന്നതാണെങ്കിൽ ഈ പറയുന്ന ഈ ഖുർആൻ നിഷേധം മുഴുവൻ അള്ള അംഗീകരിച്ചു എന്ന് വരും. നിങ്ങൾ കേട്ടോളൂ.
നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ആദ്യം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചകന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്നവിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അമിതമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്. ഖുർആൻ പറയുന്നത് അല്ലാഹുവാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങളെ അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അല്ലാഹുവാണ് സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അള്ളാഹ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഐക്യം നടത്തിയത് ഒറ്റക്ക് നിന്നാ പോരെ? അള്ളാഹ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആളെ കൂട്ടി ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പച്ചക്കളവല്ലേ സുഹൃത്തുക്കളെ, അള്ളാഹിന്റെ പേരിൽ പറയല്ലേ? ഈ ആയത്തിന്റെ അർത്ഥം മുജാഹിദ് പ്രസ്ഥാനത്തെ അള്ളാഹ് സംരക്ഷിക്കുന്നതാണോ? അള്ളാഹുവിന്റെ ഖുർആനെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെയും അള്ളാഹ് സംരക്ഷിക്കുന്നല്ലേ? കേന്നമിനെ സംരക്ഷിക്കും. ഇവിടെ ജിന്നുവാദികൾ പോയാലും കേന്നം ഉണ്ടാകും. കാരണം അള്ളാഹ് അവിടെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർന്നില്ല. എം അക്ബർ സാഹിബ് അദ്ദേഹം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനാണ് ദുർവ്യാഖ്യാനിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അതൊക്കെ തിരുത്തിയോ? മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആണിക്കല്ലല്ലേ ഇയ്യാക നഅ്ബുദു. ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ എം അക്ബർ സാഹിബ് ഇവിടെ ദുർവ്യാഖ്യാനം, ഞാനത് ക്ലിപ്പ് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പറഞ്ഞാലും അവസാനം പറയുന്നത് വെച്ചാല് ഫൈസൽ മൗലവി അൻആമിന് 128 ദുർവ്യാഖ്യാനിച്ച് അതില് ഫൈസൽ മൗലവി ദുർവ്യാഖ്യാനം തന്നെയാണ്. അതുകൊണ്ട് അത് പറയണം. ഇതൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതേ കട പറയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫൈസൽ മൗലവി പിന്നെ സംവാദങ്ങൾ കൃത്യമായി കൊണ്ട് പറയുന്നു, ചോദിക്കുന്നു. പത്തപ്പിരിയത്ത് വെച്ചുകൊണ്ട് നടന്ന സംവാദം, ആ സംവാദത്തിൽ അല്ലെങ്കിൽ കോഴിച്ചരിയിൽ നടന്ന സംവാദമാണെങ്കിലും പത്തപിരിച്ച് നടന്ന സംവാദമാണെങ്കിലും ആ സംവാദത്തിൽ ഫൈസൽ മൗലവി ദുർവ്യാഖ്യാനിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ആ 2 സംവാദത്തിന്റെ CD പരസ്യമായി കൊണ്ട് എല്ലാ മുജാഹിദ് മഹല്ലുകളിലും നിങ്ങൾ എല്ലാ മുജാഹിദുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പോകട്ടെ. ഈ സംവാദത്തിന്റെ അഥവാ കോഴിച്ചര സംവാദത്തിന്റെയും പത്തപിയം സംവാദത്തിന്റെയും CD എല്ലാ മുജാഹിദുകളും നിർബന്ധമായി കൊണ്ട് കാണണം എന്ന് പറയാനെങ്കിലും ഫൈസൽ മൗലവി ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാകൂല. എന്നാലും പറയും. ലോക ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ സംഭവമായിരിക്കും ഒരായത്ത് ഒരാൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന വിഷയത്തിൽ സംവാദം നടന്നു. ലോക ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യത്തെ സംഭവമായിരിക്കും. ഫൈസൽ മൗലവി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ ഈ വിഷയത്തിലാണ് പത്തപിയത്ത് സംവാദം നടന്നത്. അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനം തെളിയിക്കാമെന്ന ആളാ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഫൈസൽ മൗലവിയുടെ വാദം അബ്ദുറഹ്മാൻ സലഫിയുടെ നാവിലൂടെ തന്നെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ കണ്ടോളൂ. കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. അപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന ബിജമീഇ അൻവാഇഹാ ലാ തജൂസ് ഫമിൻഹാ മാ ഹുവ ശിർകുൻ കൽ ഇസ്തിആനതി ബിശയാത്തീനിൽ ജിന്നി യഅനി അൽ കുഫാർ വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർകി കൽ ഇസ്തിആനതി ബിമുസ്ലിമി അൽ ജിന്നി. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ അപ്പോ ആലു ഷേഖും പറഞ്ഞിട്ടുണ്ട് എന്ത് വസീലത്ത് ശിർക്ക്. ഇവിടെ പറഞ്ഞെന്താ, ലോകത്ത് കൊട്ടപ്പുറം ഫൈസൽ മൗലവി കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് കാന്തപുരം മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചതുപോലെ ഫൈസൽ മൗലവി ജൂനിയർ കാന്തപുരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കി സംവാദത്തിന് വന്നപ്പോ ഫൈസൽ മൗലവിയുടെ അതേ തെളിവുകൾ പടച്ച റബ്ബ് അവരുടെ നാവിലൂടെ തന്നെ വായിച്ചു. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതല്ല, നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കും വരാല്ല. ഞങ്ങൾ പറഞ്ഞ ഹക്കാണ് നിങ്ങളുടെ നാവിലൂടെ അള്ളാഹ് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറയട്ടെ,
ആല് ഷേഖ് പറഞ്ഞത് ദുർവ്യാഖ്യാനമാണ്? ഫൈസൽ മൗലവി ചോദിച്ചല്ലോ, ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, കൃത്യമായ ദുർവ്യാഖ്യാനമായിരുന്നില്ല അത്. നേരെ മറിച്ച് അവിടെ ഫൈസൽ മൗലവി എണ്ണി പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു. ഒരു ക്ലിപ്പ് കൂടി ഞാൻ അവസാനമായി കേൾപ്പിക്കാം. അള്ളാഹുന്റെ ഖുർആനിൽ കട്ടുമുറിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാം. ആര്? ഇപ്പൊ ഐക്യം നടന്നപ്പോ പുതിയ ദുർവ്യാഖ്യാനം കൊണ്ടുവന്ന ഒരു ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു ഡയറക്ടറുണ്ട് കോഴിക്കോട്. അയാൾക്ക് പണി എന്താ വെച്ചാൽ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നതാണെന്ന് തോന്നിപ്പോകും പല ഖുതുബകളും കേട്ടാൽ. ഈ ഐക്യം നടന്നപ്പോ മൂപ്പരുടെ ഖുതുബുണ്ട്. ആ ഖുതുബയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് വൈൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതലു ഫഅസ്ലിഹു ബൈനഹുമാ വൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ ഫഖാതിലു ലത്തി തബിഅ ലഹ. ഇത് പറഞ്ഞ സൂറത്ത് ഹുജറാത്തിലെ ആയത്തോതി. വിശ്വാസികൾപ്പെട്ട രണ്ട് സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണെങ്കിൽ ആ പോരടിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സുൽഹ് ഉണ്ടാക്കണം. എന്നിട്ട് ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറ, ഈ രണ്ട് സംഘങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘം മറ്റേ സംഘത്തെ അതിക്രമം കാണിച്ചാൽ എന്ന ആയത്തിന്റെ അർത്ഥം മാറ്റി അയാൾ പറയാണ്, ഈ ഐക്യം പൊളിക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യണം. അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പോഴല്ലേ ഞമ്മക്കെതിരെ ഈ ആയത്ത് ഫിറ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ ഓലടി തന്നെ ആയത്തിൽ പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓലമ്മൽ തർക്കമുണ്ടായാൽ എന്നാണ് അർത്ഥം വരിക. ആ ഓലമ്മൽ തർക്കം ഉണ്ടാകരുത്, ഓല ഒന്നാണെന്ന് വരണം. എന്നിട്ട് നമ്മൾ ഐക്യം പൊളിക്കുന്ന ആളുകളെ വരണം. അതിന് അള്ളാന്റെ ഖുർആനിൽ ദുർവ്യാഖ്യാനിക്കാണ്. ഇതേ ആള് തന്നെ സിഹർ നിഷേധിക്കാൻ വേണ്ടി അള്ളാന്റെ ആയത്ത് കട്ടുമുറിച്ചു. എത്ര സ്ഥലത്ത് നമ്മളിത് പ്രചരിപ്പിച്ചു. ഒരു 6-7 വർഷത്തിലധികമായി 10-ലധികം വർഷങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു സംഗതിയോടെ പ്രചരിപ്പിച്ചിട്ട് ഒരു മനസാക്ഷി കുത്തി മനുഷ്യനുണ്ടായോ? പടച്ചോന്റെ ഖുർആനെ പറ്റി ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ, ഇത് തിരുത്തണല്ലോ. അള്ളാന്റെ ഖുർആനെ പറ്റി ഞാൻ കട്ടുമുറിച്ച് ശരിയല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ KNMന്റെ ഐക്യ സമ്മേളനത്തിൽ മുമ്പിൽ തന്നെ ഇരുന്ന ആളാണല്ലോ അയാള്. അയാൾ പറഞ്ഞു, കേട്ടോളൂ നിങ്ങള്. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ രസാണ്. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കണ്ടിയിലേക്ക് വന്ന ഇവര് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവര് സിഹർ വെച്ചാൽ പോലെ കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ പോകുന്ന അനുസരിക്കണ്ടേ? വിട്ടുകൂടല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചാൽ തൂക്കാൻ വെച്ച ടൈമിൽ ഒറ്റ സിഹർ. ഏത് സിഹർ അറിയോ? മൊബൈൽ. ആധുനികല്ലേ? അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹറിനെ സംബന്ധിച്ച് സുലൈമാൻ നബിയുടെ രാജാധികാരത്തിൽ നിലനിന്നിരുന്നത് സിഹർ അടിയിൽ ചെയ്തു വെച്ചതുകൊണ്ടാണ് എന്ന് ഇസ്രായേലിൽ വിശ്വസിച്ചിരുന്നു. ഗണ്ണിച്ചുകൂടാൻ. അപ്പൊ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ ആയത്ത് കട്ടുമുറിച്ചിട്ട് ആ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന ആയത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചോദിച്ചല്ലോ, അമേരിക്കക്ക് സിഹർ ചോദിച്ചു. ഇതേ ചോദ്യം സലാം സലമി പുസ്തകത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല തൂഹൽ പക്ഷികളാ, മനസ്സിലായില്ലേ? ഐക്യപ്പെടാൻ പറ്റിയ ടീമാണ്. സുഹൃത്തുക്കൾ, ഞാൻ അവസാനിപ്പിക്കാൻ ഞാനിവിടെ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി ഹദീസുകളും തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കും. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകം ചേകനൂർ അകവും പുറവും എന്ന പുസ്തകമാണ്. ഇതാരെ ഇതെന്നറിയോ? ഇന്നത്തെ KNMന്റെ പക്ഷത്തിരിക്കുന്ന മുജീബ് റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന KNMന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ശബാബ് വാരികയുടെ എഡിറ്ററാണ് ഇയാൾ. അയാൾ ഇതിൽ പറഞ്ഞെന്താ അറിയോ? ചേകനൂർ പോലും ഇവിടുത്തെ നവോത്ഥാന നായകനാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നവോത്ഥാന നായകനാകൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ പച്ചയായി നിഷേധിച്ച വ്യക്തിയാണ് ചേകനൂർ മൗലവി. പച്ചയായി ദുർവ്യാഖ്യാനിച്ച വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നവോത്ഥാന നായകൻ. സുഹൃത്തുക്കളെ, പരലോകം ആഗ്രഹിക്കുന്ന, ഈമാനുള്ള സ്വർഗം കിട്ടണമെന്ന്, പടച്ചോനടുത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കൂട്ടത്തിൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് മാറ്റിയിരുത്തുമ്പോൾ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ആര് പറഞ്ഞു, അല്ലെങ്കിൽ ഇതൊക്കെ വിഷ്ണത്തിന്റെ ആളുകൾ പറഞ്ഞു നമ്മൾ സ്വീകരിക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണ്ട. അള്ളാഹുവിന്റെ ദീനാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ഒന്നും കളവല്ല, ഒക്കെ രേഖ ഇവിടെ കയ്യിലുണ്ട്, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു വാക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ആലോചിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ അടിസ്ഥാനപരമായി തൗഹീദിൽ വന്ന പിഴവാണ്.
അള്ളാഹുവിന്റെ തൗഹീദ് വന്ന പഴവാടുന്നതിനൊക്കെ കാരണം. ആ പഴവിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഫൈസൽ മോദി വിശദമായി സംസാരിക്കും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഫൈസൽ മൗലവി നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് പിരിവ് നടത്തിയത് 9,000